ഹായ് ഫ്രണ്ട്സ്, നാട്ടുവഴികൾ ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ജാതി കൃഷിയിലെ വളപ്രയോഗത്തെക്കുറിച്ചാണ്. തയ്യായിരിക്കുന്ന സമയത്ത് തന്നെ ജാതിക്ക് കൃത്യമായ വളപ്രയോഗം നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട്. പ്രധാനമായും ചാണക സ്ലറി, അത് കടലപ്പിണ്ണാക്ക് ചേർത്ത് പുളിപ്പിച്ച ശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വെച്ചിട്ട് നാളെ അത് നേർപ്പിച്ച് ഒഴിപ്പിക്കാൻ പറ്റും. നല്ല വളർച്ച അത്തരം തൈകളിൽ കാണപ്പെടുന്നുണ്ട്. ഒരു മാസത്തിൽ 1-2 തവണ കുറച്ച് ഫാക്ടംബേഴ്സ് ഒരു വെള്ളത്തിൽ കലക്കിയ ശേഷം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 19-19-19 എന്ന വളം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തും നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാം. ഒരു മാസത്തിൽ 2 തവണയെങ്കിലും ഇതുപോലെ ചെയ്താൽ ചെടിക്ക് നല്ല വളർച്ചയെത്തും. പ്രായപൂർത്തിയായ കാഴ്ച തുടങ്ങിയ ഒരു ജാതിക്ക് പ്രധാനമായിട്ട് ഫാക്ടംബോസ്, പൊട്ടാഷ് എന്നിവ നൽകി നല്ലപോലെ നനച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ചാണക സ്ലറിയും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മുഴുത്ത ജാതിക്കായ്കൾ ലഭിക്കും. നമ്മുടെ കൈവശം എപ്പോഴൊക്കെ വെണ്ണീര് ലഭ്യമാകുന്നോ ആ സമയത്തൊക്കെ നമുക്ക് വെണ്ണീരും ഈ ചെടികൾക്ക് നൽകാവുന്നതാണ്. ചെടികൾക്ക് ഫംഗസ് ബാധ ഏൽക്കാതിരിക്കാൻ പ്രധാനമായിട്ടും ഒരു 5 കിലോ ആട്ടിൻ കാഷ്ടം പൊടിച്ചത് തണ്ടിന് വിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ചെടിയുടെ വളർച്ചയെയും കായ്ഫലത്തെയും നല്ലപോലെ സ്വാധീനിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് രാസവളങ്ങളും ചേർക്കാവുന്ന, നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ചേർക്കാം. പുഷ്പിക്കാനാവുന്ന സമയത്ത് പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ നൽകാം. അതോടൊപ്പം തന്നെ പൊട്ടാഷ് വളങ്ങളും ഫാക്ടംബോസും കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞാൽ മാഗ്നീഷ്യം നമുക്ക് ഇതിൻ്റെ 1/3 അംശം നൽകാവുന്നതാണ്. ഇത് ചെടികളിലെ പച്ചപ്പ് നിലനിർത്താനും ചെടിയുടെ വളർച്ചയെയും നല്ലപോലെ സ്വാധീനിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ ചെടികൾ ഫംഗസ് ബാധയ്ക്ക് വരാതിരിക്കാൻ കുമ്മായം നമ്മൾ വളമിടുന്നതിൻ്റെ ഒരു 15 ദിവസം മുൻപേ കുമ്മായം ചേർക്കാവുന്നതാണ്. ഇത് അമ്ലത്വം മാറ്റുകയും വളം പെട്ടെന്ന് ചെടികളിലേക്ക് എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഫംഗസ് ബാധ കുറയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം ബോഡോ മിശ്രിതം നമ്മൾ 2% വീര്യത്തിൽ ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. 1% വീര്യത്തിൽ അത് ചെറിയ ചെടികൾക്കൊക്കെയാണ്. വലിയ മരങ്ങൾക്ക് 2% വീര്യത്തിൽ ചേർത്ത് കൊടുത്താൽ പൂപ്പൽ ബാധ, ഇല കൊഴിച്ചിൽ, കായ കൊഴിച്ചിൽ എല്ലാം നമുക്ക് നിയന്ത്രിക്കാനാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നതാണ്. താങ്ക് യു.